ലൈഫിൽ സർവ്വതും നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. ജീവിതം മുന്നോട്ടില്ല എന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ എൻ്റെ നാടും എൻ്റെ വീടും എല്ലാം വിചാരിച്ചത് ഞാനും എൻ്റെ കുടുംബവും ആത്മഹത്യ ചെയ്യും എന്ന് തന്നെയായിരുന്നു. നമ്മൾ ഒട്ടും നോട്ടം നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ മുമ്പിൽ ഇരുട്ട് മാത്രമുള്ളൊരവസ്ഥയായിരുന്നു. ജീവിക്കാൻ യാതൊരു വഴിയും നമ്മൾക്ക് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ, അതായത് ഭൗതികപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വഴി. നമ്മൾ ഏതൊരു മനുഷ്യൻ്റെ പ്രതിസന്ധിയിൽ ഭൗതികപരമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ വെക്കുമല്ലോ. നീ അങ്ങനെ ആവരുത്, നീ ഇങ്ങനെ പോയി ചെയ്യരുത്, നിനക്ക് ആ വഴിയുണ്ട്, ഈ വഴിയുണ്ട്, ഇതിലെ കയറാം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനെ ഒരു വഴിയും എൻ്റെ മുമ്പിലായിരുന്നു. അതായത് ആത്മഹത്യ മാത്രമാണ് ഏക വഴി. അത് ഞാൻ അവോയ്ഡ് ചെയ്തു. ഒറ്റ കാരണമാണ് അവോയ്ഡ് ചെയ്യാനുള്ള ഞാൻ നയിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾ ആ സമയത്ത് കുഞ്ഞുങ്ങളായിരുന്നു. ഇന്നവർ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ ചിത്രകലയിൽ 1ാം സ്ഥാനം നേടി ഒരു 10-40ഓളം പുരസ്കാരം നേടിയ കുട്ടികളാണ് എൻ്റെ 3 കുട്ടികൾ ഇന്ന്. ആ സമയത്ത് അവർ കുഞ്ഞുങ്ങളായിരുന്നു. ഞാനും ചിത്രകാരനും സംഗീത സംവിധാനമൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. മൊത്തത്തിൽ പോയി ജീവിതം വഴിമുട്ടി നിൽക്കുന്നു. അപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാം. ഞാനും അത് തീരുമാനിച്ചു തന്നെയാണ് വൈഫുമായിട്ട് പ്ലാൻ ചെയ്തത്. പക്ഷേ എന്നെ മാറി ചിന്തിപ്പിച്ചത് എൻ്റെ കുഞ്ഞുങ്ങൾ നാളെ ആരാകും എന്നുള്ള ചിന്ത എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായി. എൻ്റെ കുഞ്ഞുങ്ങൾ നാളെ ആരാകും. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്തൊക്കെ ആയാലും ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരത് മാറ്റും. ഞാനിന്നത് അനുഭവിക്കുന്നുള്ളൂ. ഇന്ന് ഞാൻ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും കുറച്ചും കൂടി താഴോട്ട് പോയി എന്ന സത്യമാണെങ്കിലും ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ ഏത് തരത്തിലുള്ള ജീവിതം നമ്മൾ ഇതുവരെ ജീവിച്ച രീതിയിൽ നിന്നും ഒത്തിരി മാറി ജീവിക്കേണ്ടി വരും. ആളുകൾ പുച്ഛത്തോടു കൂടി നോക്കുന്ന, പരിഹസിക്കുന്ന ഒക്കെ അവസ്ഥ നമ്മൾ ജീവിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ജീവിച്ചാൽ പോലും അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ നമുക്കുണ്ടാകും. ഇത് ഉറപ്പാണ്, 100% അത് സംഭവിക്കും. മറ്റൊന്ന്, എന്താണ് കുഞ്ഞുങ്ങളുടെ ഭാവി, ഈ കുഞ്ഞുങ്ങൾ നാളെ പ്രപഞ്ചത്തിൽ ആരായി തീരും എന്നറിയാനുള്ളൊരു ആഗ്രഹം. എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ച് തീർന്നില്ലേ? എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ച് തീർന്നു. അതായത് മദർ തെരേസയുടെ സാറിനപ്പോൾ ഇങ്ങനെ തോന്നിയില്ലേ, സ്വന്തം കുട്ടികളെയും കൂടെ ആത്മഹത്യ ചെയ്യണം, അങ്ങനെയുള്ള ആ ഒരു കാഴ്ചപ്പാട്? ആ ചിന്തയാണ് ആദ്യം വന്നത്. പക്ഷെ ആ ചിന്ത വന്നപ്പോൾ എന്നെ നയിച്ചത് ഇതാണ്, ഇവർ ജീവിച്ചിരുന്നാൽ ആരായിത്തീരും. കൊല്ലാൻ എളുപ്പമാണല്ലോ. മദർ തെരേസയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ, മദർ തെരേസയ്ക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള 6-7 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരാരും മദർ തെരേസ ആയില്ലല്ലോ. ഇത്രയും നമ്മൾ 2-3 കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ പിന്നീട് ഒരു കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെക്കുകയും അബോർട്ട് ചെയ്യുന്നതൊക്കെ സാഹചര്യം ഇല്ലേ? എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഒരു വലിയ ഭാവി ഈ ലോകത്തുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ എടുക്കുമായിരുന്നു. മറ്റൊന്ന് എന്നെ നയിച്ചത് ദൈവവിശ്വാസമായിരുന്നു. ആരെല്ലാം കൈവിട്ടാലും എൻ്റെ ദൈവം കൈവിടില്ല. ഞാൻ നിൽക്കുന്ന നടുക്കടലിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന മരുഭൂമിയിലായിരിക്കും. പക്ഷെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു വഴി ദൈവം തരും, ദൈവം കാണിച്ചു തരും. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അത് എൻ്റെ ജീവിതം സംഭവിച്ചു. സ്മോൾ കുട്ടികളെ കൊണ്ട് പോയി ആത്മഹത്യ ചെയ്ത് കണ്ടു. 2 കുടുംബമാണ് അസ്വസ്ഥമായിരിക്കുന്നത്. അപ്പം ഇനിയുള്ള കുടുംബങ്ങളോട് സാറിന് പറയാനുള്ള സന്ദേശം എന്താണ്? എനിക്ക് ആദ്യം പറഞ്ഞിട്ടുള്ളത്, ജീവിതത്തിൽ ഏറ്റവും വലിയ നിലനിൽപ്പിൻ്റെ ആധാരം എന്ന് പറയുന്നത് പ്രത്യാശയാണ്. പ്രത്യാശ. അതായത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം മാറും. അതെല്ലാം മാറിക്കൊണ്ട് നമ്മൾ ഇന്ന് ദുഃഖിപ്പിക്കുന്നതിൻ്റെ ഇരട്ടി സന്തോഷം നമുക്കുണ്ടാകുന്ന ഒരു സാഹചര്യം ഈ ഭൂമിയിൽ ഉറപ്പായും ഉണ്ടായിരിക്കും. ആ ഒരു വിശ്വാസം, ആ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. യഥാർത്ഥത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർക്ക് ഉണ്ടാകേണ്ട ഒരു ചിന്തയാണിത്. അത് യാഥാർത്ഥ്യമാണ്. അത് തന്നെയാണ് അതിൻ്റെ യുക്തിയും. കാരണം എല്ലാം മാറും. ഇപ്പം കാർമാക്സ് പോലും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, സകലതും മാറും, മാറ്റത്തിന് മാത്രം മാറ്റമില്ല. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അത് മാറും. ഈ ലോകത്ത് ഏറ്റവും അധികം ദുഃഖങ്ങളാണോ? ദുഃഖങ്ങൾക്ക് എപ്പോഴും കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ആയുസുള്ളൂ. അപ്പോൾ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്ക് നമ്മളെ ഒരുപാട് അലട്ടുന്നുണ്ടെങ്കിലും അതിനുശേഷം നമുക്ക് വരുന്നത് ഇരട്ടിയായിട്ടുള്ള സന്തോഷമാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കരയിപ്പിക്കുന്നത്
നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോകുന്നതാണല്ലോ. ഈ മരിച്ചു പോയാൽ നമ്മൾ ഏറ്റവും മാനസികമായി ചങ്ക് തകർന്ന് കരയുന്ന നിമിഷം എന്ന് പറയുന്നത് മരിച്ച് അടക്കുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതേ പവറിൽ പിന്നീട് കരയാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. മരിച്ച് അടക്കുന്ന ആ നിമിഷം മാത്രമേ ഉള്ളൂ നമ്മൾ സകലതും തകർന്ന് കരയത്തുള്ളൂ. അത് കഴിഞ്ഞ് ഭൂമിയിൽ ഒരു മനുഷ്യനും അതുപോലെ കരയാൻ കഴിയില്ല. അവൻ്റെ കരച്ചിലിൻ്റെ ദുഃഖത്തിൻ്റെ അളവ് ക്രമേണ കുറഞ്ഞ് അത് പിന്നെ ഒരു ഓർമ്മയായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് വരും. അതാണല്ലോ പ്രപഞ്ചം. അതുപോലെ തന്നെ നമ്മളെ ആത്മഹത്യ ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുന്ന ഏത് സാഹചര്യമാണോ നമുക്കുള്ളത്, അത് എന്ത് തരത്തിലുള്ള പ്രതിസന്ധിയുമായിക്കോട്ടെ, ആ പ്രതിസന്ധികൾ ഇന്നല്ലെങ്കിൽ നാളെ മാറുക തന്നെ ചെയ്യും. ഉറപ്പായിട്ടും മാറും. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ നാളെ വളർന്ന് നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി തരുന്ന കുഞ്ഞുങ്ങളായിട്ട് മാറും. അപ്പം കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രകൃതി നൽകിയ ഒരു വലിയ സമ്പാദ്യമാണ് കുഞ്ഞുങ്ങൾ, മറ്റൊന്നല്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉള്ള മാതാപിതാക്കൾ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. പിരിഞ്ഞെങ്കിൽ പോലും കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അതുകൊണ്ട് ആത്മഹത്യ എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാണ്. ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് ആരെയും നമുക്ക് വേദനിപ്പിക്കാൻ കഴിയില്ല, ആരോട് നമുക്ക് പകരം വീട്ടാനും കഴിയില്ല. അതൊക്കെ വളരെ തെറ്റായ ഒരു ചിന്താഗതിയാണ്. ഓക്കെ സാർ, ഒത്തിരി സന്തോഷം കേട്ടോ. നല്ലൊരു മെസ്സേജ് ആയിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.